നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും കഞ്ഞിയും കുടിച്ചിരിക്കുമ്പോൾ ഡോക്ടർ വരുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ കഴിച്ചത് മതി, ബാക്കി വീട്ടിൽ പോയിരുന്ന് കഴിക്കാന്ന്. അത് കേട്ടതും സന്തോഷം. നമ്മൾ കെട്ടും പാണ്ടം കെട്ടെല്ലാം എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. നമ്മൾ അങ്ങനെ അവസാനം വീട്ടിലെത്തി കുറച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം നേരെ മക്കരേരി അമ്പലത്തിലേക്ക് വിട്ടു. മക്കരേരി അമ്പലം പണ്ടത്തെ പോലെയല്ല, പുതിയ ഊട്ടുവരിയും മ്യൂസിയലായിട്ട് സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ നേരെ അമ്പലത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചത് നേരെ കോത്തനൊക്കെ പോയി കുറച്ച് ഇരുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ ടൗണിലേക്ക് വിട്ട്. നമ്മൾ നേരെ സെക്യൂറിൽ വന്ന് വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. സൺഡേ ആയതുകൊണ്ട് നെസ്റ്റോ കൊടുക്കാതെ തിരക്ക്. നമ്മൾ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. ഫുഡ് സെക്ഷനിൽ പോയി നോക്കുമ്പോൾ കറങ്ങുന്ന കോഴിയൊക്കെ ഉണ്ട്. പക്ഷെ കറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ സാധനത്തിന് ഒരു വർക്കത്തില്ല. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഡ്രിങ്ക് സെക്ഷനിൽ പോയി ഒരു കുമ്പായ കുമ്പൂച്ചെടുത്ത് ചെക്കൗട്ട് അങ്ങ് ചെയ്ത്. സാധനത്തിന്റെ പേരുള്ള കുടിക്കാൻ തരക്കേടില്ല, അത്ര തന്നെ. നമ്മൾ പിന്നെ ഐസ്ബർഗ് പോയി ഒരു റോയൽ ഫലൂദന്റെ അങ്ങ് ഓർഡർ ചെയ്തു. ഈ ഒരു ഫലൂദ മതി, രാത്രിയത്തെ ഫുഡിന് വേറെ ഒന്നും വേണ്ട. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അങ്ങനെ ഫലൂദ മൊത്തം നമ്മൾ നല്ലോണം മിക്സ് ആക്കി കഴിച്ചു തീർത്ത് നമ്മൾ നേരെ റാക്കിലേക്ക് വിട്ട് ഒരു ബക്കറ്റ് ചിക്കൻ അങ്ങ് വാങ്ങാൻ. നമ്മൾ അങ്ങനെ സാധനം വാങ്ങി നേരെ വീട്ടിൽ വന്ന്. ഇവരെ ഫ്രൈഡ് ചിക്കനെ കുറിച്ച് പറയണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്.